ഗുരുജി, ധ്യാന സാധകരോട് ആന്തരിക നിരീക്ഷണം ചെയ്യണം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നത് വ്യക്തമാക്കാമോ? പൊതുവേ ധ്യാന സാധകർ ഉള്ളിലോട്ട് നോക്കണമെന്ന് പറയും. ധ്യാനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അഭ്യാസം ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോഴവിടെ ഒരു ചോദ്യം വരാം, എന്തിൻ്റെ ഉള്ളിലോട്ടാണ് നോക്കേണ്ടത്? എൻ്റെ ഉള്ളിലേക്കാണോ അതോ എല്ലാത്തിൻ്റെ ഉള്ളിലേക്കാണോ? ഈ ഒരു ചോദ്യം വരാം. കാരണം ഇത് രണ്ടും രണ്ടല്ലല്ലോ, ഒന്നാണല്ലോ. എന്തിൻ്റെയും ഉള്ളിൽ നോക്കിയാലും എൻ്റെ ഉള്ളിൽ നോക്കിയാലും അറിയുന്ന സത്യം ഒന്ന് തന്നെയാണ്. അറിയുന്ന സത്യം ഒന്ന് തന്നെയാണ് എങ്കിൽ എൻ്റെ ഉള്ളിൽ നോക്കുന്നതും എല്ലാത്തിൻ്റെ ഉള്ളിൽ നോക്കുന്നതും തുല്യം തന്നെയാണ്. രണ്ടല്ല, ഒന്നാണ്. ഇവിടെ ബാലു ചോദിച്ച ചോദ്യം, ആന്തരിക നിരീക്ഷണം എന്നത് ഒരു ധ്യാന സാധകൻ എങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് എപ്രകാരം ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. ഒരു കഥ പറയാം. ആ കഥ കണക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പം കുറച്ചുകൂടി നമുക്ക് റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് മനസ്സ് എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തകളുടെ കൂട്ടമാണ് മനസ്സെന്ന് ഒരു പക്ഷം പറയും. ഇല്ലാത്തതൊന്നാണ് എന്ന് വേറൊരു പക്ഷം പറയും. സങ്കല്പ വികല്പങ്ങളുടെ ഒരു ആകത്തുക ആണ് മനസ്സ്. അങ്ങനെ പല രീതിയിലുള്ള ഡെഫിനിഷൻസ് മനസ്സിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ആ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ആന്തരിക നിരീക്ഷണം എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ, മനസ്സിനെ മനസ്സിലാക്കാൻ മനസ്സ് വേണമോ എന്നുള്ളതാണ്. വേണമോ വേണ്ടയോ എന്നുള്ളതാണ്. അതായത് കള്ളനെ പിടിക്കുവാൻ പോലീസുണ്ട്. പോലീസിലൊരു കള്ളനുണ്ടെങ്കിലോ അതാര് പിടിക്കും? അതും പോലീസ് തന്നെയാണ് പിടിക്കേണ്ടത്. അതേപോലത്തെ ഒരു ഡ്യൂട്ടിയാണ് മനസ്സിനെ മനസ്സിലാക്കുവാൻ മനസ്സ് ഉപയോഗിക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആ കഥയിലോട്ട് പോകാം. നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞു എന്താണ് മനസ്സെന്ന് പറഞ്ഞപ്പോൾ കുറേ നമ്മൾ കുറേ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു. ഈ മനസ്സിനെ മങ്കി മൈൻഡ് എന്നുള്ളൊരു പ്രയോഗം പൊതുവെ പറയാറുണ്ട്. എന്താണ് ഈ മങ്കി മൈൻഡ്? അതൊരു ഉപമിക്കലാണ്. ഇപ്പം മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിൻ മുഖം എന്ന് പറയുന്നത് പോലെ അതൊരു ഉപമിക്കലാണ്. എന്തുകൊണ്ട് ഈ മങ്കി മൈൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ, ഒരു കുരങ്ങനെ നമ്മൾ കുറച്ച് നേരം നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ മനസ്സിലാകും അവൻ വെറുതെ ഇരിക്കില്ല. അവൻ ഇങ്ങനെ പലയിടത്തും നോക്കിക്കൊണ്ടിരിക്കും, കൈകൾ ചലിച്ചുകൊണ്ടിരിക്കും, പാല് ചലിച്ചുകൊണ്ടിരിക്കും, കാലുകൾ ചലിച്ചുകൊണ്ടിരിക്കും, കാണുന്നതിലെല്ലാം കയറി പിടിക്കും, ഇങ്ങോട്ടെല്ലാം ചാടിക്കൊണ്ടിരിക്കും. കണ്ണ് എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം അവനും പോകും. ഈ ഒരവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലും നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയിലും നടക്കുന്നത്. ഒന്നുകിൽ ആ ഉള്ളിൽ ആ ഓട്ടം നടക്കുന്നുണ്ടാവും, ചിലർക്ക് ഉള്ളിലും പുറത്തും ഒരേപോലെ ഓട്ടം നടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ മങ്കി മൈൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ
പറയുന്നത് മങ്കി മൈൻഡ്. ഇപ്പം ഈ മങ്കി മൈൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. അവനെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മനുഷ്യനോ ശ്രദ്ധിക്കും തോറും കൂടുതൽ മങ്കിയാവും എന്നുള്ളതാണ് സത്യം. അപ്പം ഇപ്പോഴും കഥയിലോട്ട് എത്തിയില്ല, കഥയിലോട്ട് വരുന്നു. ഇത് കഥയല്ല, ഒരു സിറ്റുവേഷനാണ്. അത് കഥ പോലെ നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്താൽ നന്നായിരിക്കും. അതായത് ഇത്രയും പ്രശ്നക്കാരനായ കുരങ്ങനെ, ഒരിടത്തിരിക്കാത്ത കുരങ്ങനെ, അതിബുദ്ധിമാനായിട്ടുള്ള കുരങ്ങനെ, സദാ ചേഷ്ടകൾ ഇങ്ങനെ പകർന്നാടിക്കൊണ്ടിരിക്കുന്ന കുരങ്ങനെ എങ്ങനെ പിടിക്കാൻ പറ്റും? ബുദ്ധിമുട്ടാണ്. കുരങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കുരങ്ങനെ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൂട്ടത്തോടെയാണ് നടക്കുന്നത്. മറ്റ് കുരങ്ങന്മാർ സ്വാഭാവികമായിട്ടും സിഗ്നൽ കൊടുക്കും, സ്വാഭാവികമായിട്ടും അത് രക്ഷപ്പെടും. പിടിക്കാൻ പാടാണ് കുരങ്ങനെ. പിന്നെ എങ്ങനെയാണ് ഈ കുരങ്ങനെ പിടിക്കുന്നത്? അത് വളരെ രസകരമായ രീതിയിലാണ് കുരങ്ങനെ പിടിക്കുന്നത്. എന്താണോ കുരങ്ങനെ ഇഷ്ടം അത് കൊടുത്തിട്ടാണ് കുരങ്ങനെ പിടിക്കുന്നത്. അതെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സമസ്യ. ഏതെങ്കിലും ഒരു മരം, ആ മരത്തിനകത്തൊരു പൊത്തുണ്ടെന്ന് വിചാരിക്കുക. പൊത്തെന്ന് പറയുന്നൊരു ഹോൾ, അതിനകത്ത് കുറച്ച് ഡീപ്പായിട്ടൊരു കുഴിയുള്ളൊരു ഹോൾ. അപ്പോൾ കുരങ്ങന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പല ഫ്രൂട്ട്സും പഴവർഗ്ഗങ്ങളും ഇതെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കടല കുരങ്ങന്മാരെ കാണുന്ന രീതിയിൽ കയ്യിലെടുക്കും. എന്നിട്ട് ഈ പൊത്തിനകത്ത് കൊണ്ട് കടല അങ്ങ് ഇടും. 2-3 പിടി അങ്ങ് വാരിയിടും. അപ്പോൾ കുരങ്ങനെ പിടിക്കുന്ന ആൾ ഇത്രയേ ചെയ്തോളൂ. കുരങ്ങനെ കാണുന്ന രീതിയിൽ ആ കടല എടുത്തിട്ട് ആ പൊത്തിനകത്ത് കൊണ്ടിട്ടു. അപ്പോൾ ഈ കുരങ്ങൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുരങ്ങനെ ആ കടല കഴിക്കുവാനുള്ള അതിയായ മോഹവുമുണ്ട്. ഈ മോഹം കാരണം എന്ത് പറ്റുന്നു? ഓടി വരുന്നു, പൊത്തിനകത്ത് കൈയിടുന്നു, ഒരു പിടി കടല കയ്യിലങ്ങ് വാരുന്നു. അപ്പോൾ ഈ പൊത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, വളരെ ചെറിയ ഹോളാണ്. അപ്പോൾ അതിനകത്ത് കൈയിട്ട് ആ കടല എടുത്ത് തിരിച്ച് കൈയെടുക്കാൻ നോക്കുമ്പോൾ എന്ത് പറ്റുന്നു? ഈ ഹോളിനകത്ത് നിന്ന് കൈ ഊരി പുറത്ത് വരില്ല. അമിതമായ കടലയോട് ഉള്ള ആഗ്രഹം കാരണം ഇതെന്ത് ചെയ്യും? ഈ കൈ വിടത്തില്ല, കടല പിടിച്ച് വെച്ചുകൊണ്ടിരിക്കും. ഈ കടല പിടിക്കും തോറും എന്ത് പറ്റും? കൈ എടുക്കാൻ പറ്റില്ല. തൻ്റെ ജീവൻ അപകടത്തിലാണെന്നുള്ള ചിന്ത പോലും അവനെ ബാധിക്കില്ല. കാര്യം എന്താണ്? കടലയോടുള്ള അവൻ്റെ ആകർഷണമെന്നോ അല്ലെങ്കിൽ അതിനോടുള്ള അവൻ്റെ മമത, കടലയോടുള്ള ആഗ്രഹം, ഇതൊക്കെ ആണ് അവൻ നിലവിൽ ബന്ധനത്തിൽ നിൽക്കുന്നതിൻ്റെ റീസൺ ആ ആഗ്രഹമാണ്. ഈ അവസ്ഥയിൽ അത് ഇറങ്ങി ഓടാനും പറ്റുന്നില്ല, എന്നാൽ കടല വിടുന്നുമില്ല. അപ്പോഴെന്ത് പറ്റും? ഈ വടംവലിയുടെ ഇടയിൽ ആ വേടൻ ഇവനെ ചാക്കിലാത്താക്കും. അപ്പോഴൊരു കുരങ്ങനെ എങ്ങനെയാണ് ആ വേടൻ സമർത്ഥമായി പിടിച്ചത് എന്നുള്ളതാണ്. അത് വേടൻ്റെ ബുദ്ധിയാണോ കുരങ്ങനെ കുടുക്കിയത്, അതോ കുരങ്ങൻ്റെ ആഗ്രഹമാണോ കുരങ്ങനെ കുടുക്കിയത്? ഇതേപോലെ തന്നെയാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ അവസ്ഥയും ഈ കുരങ്ങനെ പോലെയാണ്. കാരണം
എങ്ങനെയാണോ വേടൻ്റെ ചാക്കിനുള്ളിൽ കുരങ്ങനായത്, അതേപോലെ തന്നെയാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും മരണം വരും. ഈ മരണം വരുന്ന സമയത്ത് അവൻ എന്ത് നേടി എന്നുള്ള ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്വയം ചിന്തിക്കുന്ന ഒരവസ്ഥ വരും. ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ട് എന്ത് നേടി എന്നുള്ളത്. അപ്പോഴെന്ത് പറ്റുന്നു? കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ അത് ശരിക്കും കൈക്കലാക്കാൻ പറ്റുന്നില്ല. കാരണം വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ നേരത്ത് ഇതെല്ലാം വിടേണ്ടി തന്നെ വരും. ആ വിടുന്ന ഒരു സമയമുണ്ടല്ലോ, വിടുന്ന സമയത്ത് വീണ്ടും ഒരു ചോദ്യം വരും, എന്ത് നേടി? അപ്പം ശരിക്കും ശൂന്യമായ കൈകൾ മാത്രമേ അവൻ നേടുന്നുള്ളൂ. ഈ ഭൂമിയിലോട്ട് കടന്നു വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ കൈകളിരുന്നത്, അപ്രകാരം മാത്രമാണ് അവസാന നിമിഷവും അവനിൽ അവശേഷിക്കുന്നത്. ഈ ഒരു ബോധം അവനിൽ സദാ നിലനിന്നാൽ, അതായത് ഒന്നും നേടണ്ടെന്നോ ഒന്നും പ്രയത്നങ്ങളൊന്നും പാടില്ലെന്നോ കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കണമെന്നോ എന്നല്ല എൻ്റെ അർത്ഥം. ഇതൊക്കെ വ്യക്തമായി ഭഗവാൻ കർമ്മയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ എന്ത് എപ്രകാരം ചെയ്യണമെന്ന്. ഈ കുരങ്ങന് പറ്റിയ ഒരു അബദ്ധം, കടലയോടുള്ള ആഗ്രഹം, തൻ്റെ ജീവൻ അപകടത്തിലാകുന്നു എന്ന് പറയുന്ന ഒരു വിവേകം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവനെ കൊണ്ടെത്തിച്ചു. അതേപോലെ ഇഹലോക ജീവിതത്തിൽ പലപ്പോഴും പല ആഗ്രഹങ്ങളും ഇപ്രകാരം കിട്ടത്തുമില്ല. അതേസമയം ആ ആഗ്രഹത്തെ മുറുകെ പിടിക്കുന്നതുകൊണ്ട് അവസാനം ദയനീയമായി വിടേണ്ടി വരും. ഏതിലാണോ അകപ്പെടേണ്ടതിനകത്ത് അവൻ അകപ്പെട്ടും പോവും. അവിടെയാണ് ആന്തരിക നിരീക്ഷണത്തിൻ്റെ പ്രസക്തി. ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളത്, തന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ്, എപ്രകാരമാണ് എന്ന് സദാ നിരീക്ഷണം. അപ്പോൾ നമ്മളിൽ പ്രവർത്തിക്കുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾ മാത്രമല്ല, മനസ്സെന്ന് പറയുന്ന, അതായത് പ്രപഞ്ചവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ഘടകം മനസ്സാണ്. ഈ മനസ്സും അവിടെ നിശബ്ദമായി പ്രവർത്തിക്കുകയും ശബ്ദകോലാഹലത്തോടെ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സ് പ്രവർത്തിക്കുന്നത് നിശബ്ദമായിട്ടാണ്, പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്നത് ശബ്ദകോലാഹലവുമായിട്ടാണ്. അപ്പോൾ ആന്തരികമായിട്ട് നമ്മളിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ നിശബ്ദനായി പ്രവർത്തിക്കുന്ന ഈ മനസ്സിൻ്റെ പ്രവർത്തനത്തെ അവൻ തിരിച്ചറിയാൻ തുടങ്ങും. പല രീതിയിലാണ് അതറിയാൻ പറ്റുന്നത്. ചിന്തകളെ നിരീക്ഷിക്കുന്നത് വഴി, ഒന്നിൽ കൂടുതൽ കടന്നു വരുന്ന ചിന്തകളെ തിരിച്ചറിയുന്നത് വഴി, മുറിഞ്ഞു വരുന്നതും ദീർഘമായിട്ട് വരുന്നതും റിപ്പീറ്റ് ചെയ്ത് വരുന്നതും ഭൂതകാലത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതും വർത്തമാനകാലത്തിൽ നിൽക്കാത്തതും ഭാവിയെ പറ്റി ആശങ്കപ്പെടുന്നതുമായിട്ടുള്ള പല ചിന്തകളും. ഇത്തരം ചിന്തകളെ നിരീക്ഷിക്കുന്ന ഒരവസ്ഥ ഒരു സാധകനിൽ സദാ നിലനിൽക്കണമെന്നാണ്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് എങ്ങനെ സാധിക്കും? അവിടെയാണ് ബി ഇൻ പ്രസൻറ്റ് എന്ന് പറയുന്നൊരവസ്ഥ. പ്രസൻറ്റിൽ നിലനിൽക്കുന്നവന് മാത്രമേ, അല്ലെങ്കിൽ ജാഗ്രതയിൽ നിലനിൽക്കുന്നവന് മാത്രമേ ഈ പറയുന്ന നിരീക്ഷണം സാധ്യമാവുള്ളൂ. അപ്പോൾ അതെങ്ങനെ സാധിക്കും? അവിടെയാണ്
ആദ്യം ചോദിച്ച ഒരു ചോദ്യം, മനസ്സിനെ നോക്കുവാൻ, നിരീക്ഷിക്കുവാൻ മനസ്സ് വേണമോ എന്ന് പറയുന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം. ജാഗ്രതയിൽ മനസ്സിനെ നിർത്തുമ്പോൾ പിന്നെ ആന്തരിക നിരീക്ഷണം ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു വിറ്റ്നസ്സർ ഉടലെടുക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു സംശയം വരാം, ഈ വിറ്റ്നസ്സർ നിലനിൽക്കുന്നത് എവിടെയാണ്? എന്നിലോ, അതായത് എൻ്റെ ഉള്ളിലോ പുറത്തോ? ഞാൻ നിലനിൽക്കുന്നത് എൻ്റെ ഉള്ളിൽ മാത്രമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിറ്റ്നസ്സർ എൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഞാൻ നിലനിൽക്കുന്നത് വിശ്വമാകെ ആണ്, പ്രപഞ്ചം മൊത്തം ഞാൻ തന്നെയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിറ്റ്നസ്സർ ഉള്ളിലും പുറത്തും നിലനിൽക്കുന്നു. അപ്പോൾ എല്ലാത്തിനും ഉത്തരമുണ്ട്. ആ ഉത്തരങ്ങൾക്ക് വ്യത്യസ്തത വരുന്നത് ഞാൻ എങ്ങനെ അതിനെ ചിന്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഇപ്പോൾ ബാലു പറഞ്ഞ ആന്തരിക നിരീക്ഷണം, അതൊരു ചെറിയൊരു വാക്കാണെങ്കിലും അതിൻ്റെ ഉള്ളിലോട്ടുള്ള പ്രോസസ്സിങ് നമ്മൾ എങ്ങനെ നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആന്തരിക നിരീക്ഷണത്തിൻ്റെ ആഴം മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ധ്യാന സാധകരും നിരീക്ഷണം തുടരണമെന്നാണ്. അവനവനെ തന്നെ നിരീക്ഷണം ചെയ്തുകൊണ്ടേയിരിക്കണമെന്നാണ്. ഈ നാം ചെയ്യുന്ന നിരീക്ഷണത്തെ പരീക്ഷണമാക്കി കാണാതിരുന്നാൽ അപ്പോൾ മാത്രമേ നിരീക്ഷണം 100% വിജയിക്കുകയുള്ളൂ. അപ്പം നിരീക്ഷണത്തെ പരീക്ഷണമാക്കുക എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? അവിടെ സ്വാഭാവികമായിട്ടും മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സ് പ്രവർത്തിക്കാതെ നിലനിൽക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നാം. സദാ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനെ പ്രവർത്തിപ്പിക്കാതിരിക്കുക, അതല്ലെങ്കിൽ മൈൻഡിനെ നിശ്ചലമാക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഒരിക്കലും പോസിബിൾ അല്ല എന്നും പോസിബിൾ ആണ് എന്നും വാദഗതികളുണ്ട്. നിശ്ചലമാക്കാവുന്നതും അല്ലെങ്കിൽ ആക്കാൻ സാധിക്കില്ല, നിശ്ചലമാകുമെന്നും അല്ലെങ്കിൽ ആക്കാൻ സാധിക്കില്ല എന്നുള്ള വാദഗതി അങ്ങനെ നിന്നോട്ടെ. നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി, മനസ്സിനോട് അത് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും ഡിറ്റാച്ച് ആയിരിക്കുക എന്നുള്ളത്. ഡിറ്റാച്ച് ആയിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രവർത്തിച്ചാൽ എന്ത്, നിശ്ചലമായിരുന്നാൽ എന്ത്? അപ്പം ഇപ്പോൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷ്മതലത്തിൽ നമ്മൾ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ, നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അനുഭവം വ്യത്യസ്തമായിരിക്കും. ഓരോ സാധകർക്കും അപ്രകാരം പോകാൻ സാധിക്കട്ടെ. ഗുരുജി, ഒരു സാധകന് ലക്ഷ്യസാക്ഷാത്കാരം എന്നതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു സാധകൻ അവിടെ എത്തിച്ചേർന്നാൽ അതിനെ എങ്ങനെയായിരിക്കും ഒരു സാധകൻ തിരിച്ചറിയുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോഴത്തെ ചോദ്യം ലക്ഷ്യ സാക്ഷാത്കാരം രണ്ട് രീതിയിലെടുക്കാം. ലക്ഷ്യം എന്നതുണ്ടോ, ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിച്ചു എന്നുള്ളൊരു അവസ്ഥ ഒരു സാധകനുണ്ടോ എന്നുള്ളത്. പലപ്പോഴും ആധ്യാത്മികതയിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും അതിന് എന്താ പറയാൻ ഒരു കൗണ്ടർ ഉണ്ടാവും.
എന്തുകൊണ്ട് ഈ കൗണ്ടർ വരുന്നു എന്ന് വെച്ചാൽ വിവിധ ധാരകൾ, വിവിധ ഐഡിയോളജികളുണ്ടല്ലോ, പല സ്കൂൾ ഓഫ് തോട്ട്സും ഉണ്ട്. അതായത് അദ്വൈത സങ്കല്പത്തിൽ അടിസ്ഥാനപ്പെടുത്തി സാധന ചെയ്യുന്നവരുടെ രീതിയെ അല്ല ദ്വൈത സങ്കല്പത്തിൽ സാധന ചെയ്യുന്നവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അവരുടെ ഐഡിയോളജിക്ക് അത് ഓപ്പോസിറ്റായിരിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. അദ്വൈത ഫിലോസഫി സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്ന പല വ്യക്തികളും പറയുന്നൊരു സംഭവമുണ്ട്. കടലിൽ നിന്ന് പുഴയുണ്ടായി, പുഴ കടലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതിനാൽ പുഴയും കടലും രണ്ടല്ല, ഒന്നാണ്. കാരണം പുഴയുടെ ഒറിജിൻ എന്ന് പറയുന്നത് കടലാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം ശരി തന്നെയാണ്, ഒന്ന് തന്നെയാണ് അദ്വൈതം. ഇനി ദ്വൈത ദ്വൈത സ്കൂൾ ഓഫ് തോട്ടിൽ അതിൽ ആ രീതിയിലാണ് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അച്ഛൻ എന്നും അച്ഛൻ തന്നെയാണ്, മകൻ എന്നും മകൻ തന്നെയാണ്. മകൻ ഒരിക്കലും അച്ഛനാകുന്നില്ല. മകൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാകാം, പക്ഷേ എയും ബിയും എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ എ എന്ന് പറയുന്ന അച്ഛൻ തന്നെയാണ്, ബി എന്നുള്ള മകൻ എന്നും മകൻ തന്നെയാണ്. ഈ ബി ഒരിക്കലും എ ആകുന്നില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദ്വൈത ഫിലോസഫിയിൽ അത് സത്യമാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ രണ്ട് ഫിലോസഫിക്കൽ തോട്ട്സ് നിൽക്കുന്ന വ്യക്തികളിൽ ആശയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്രകാരം ലക്ഷ്യമുണ്ടെന്നും ലക്ഷ്യമില്ലെന്നും ചിന്തിക്കുന്ന സാധകർ ഉണ്ട് എന്നുള്ള സത്യം ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്കിതിനെപ്പറ്റി ചിന്തിക്കാം. കാരണം നമ്മൾ ജനിച്ചിട്ടേയില്ല എന്ന് പറയുന്ന ഒരു വലിയ സത്യത്തിൻ്റെ വ്യൂ പോയിൻ്റ് ചിന്തിക്കുമ്പോൾ എന്ത് ലക്ഷ്യം, ആരുടെ ലക്ഷ്യം എന്നുള്ളൊരു ചോദ്യം വരും. നമുക്കറിയാം, ശബരിമലയിൽ പോകുമ്പോൾ തത്വമസി എന്നവിടെ എഴുതിയിരിക്കുന്നു. നമ്മൾ കാണാൻ പോകുന്നത് അയ്യപ്പനെ. എന്നാൽ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സത്യം നീ തന്നെയാണ് അയ്യപ്പൻ എന്ന് പറയുന്നു. പക്ഷെ ആ ബോർഡ് പോലും കാണാതെ വരുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മൾ ജനിച്ചിട്ടേയില്ല എന്ന് പറയുന്ന ഒരു സത്യത്തെ നമ്മൾ എപ്രകാരമാണോ ഉൾക്കൊള്ളുവാൻ നമുക്ക് പ്രയാസപ്പെടുന്നത്, അപ്രകാരം തന്നെയാണ് ശബരിമലയിൽ പോയിട്ട് ഞാൻ തന്നെയാണ് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളാനും നമുക്ക് പാടുപെടുന്നത്. എന്നാൽ അത് നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യമല്ലാതാവുന്നില്ല. തത്വമസിയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണ്, ആ സത്യത്തെ ഞാനൊന്ന് സാക്ഷാത്കരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതായുള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. ആ സത്യത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളത്. പക്ഷെ ആ സത്യം എന്താ പറയുന്നത്, നീ തന്നെയാണ് സത്യം എന്നാണ് പറയുന്നത്. നീ തന്നെയാണ് സത്യം എന്ന് പറയുന്ന ആ സത്യത്തെ ഒന്ന് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ലക്ഷ്യവും വരും. ലക്ഷ്യം അവിടെ വരും. ലക്ഷ്യം വരുന്നുണ്ടെങ്കിൽ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ആ പടി. എല്ലാ സാധകർക്കും ഇത് വരണമെന്നില്ല. ഓരോരുത്തരുടെ ബോധ വികാസം അല്ലെങ്കിൽ ആ ബോധമണ്ഡലത്തിൻ്റെ വ്യാസമനുസരിച്ചിട്ട് ഈ തട്ടുകൾ കൂടിയും കുറഞ്ഞിരിക്കും. 3 രീതിയിലുള്ള സാധകരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കർപ്പൂരം പോലെയും വിറക് പോലെയും
വാഴപ്പിണ്ടി പോലെ. എന്താണ് പ്രത്യേകത? കർപ്പൂരത്തിൻ്റെ അടുക്കൽ ദീപം അല്ലെങ്കിൽ ദീപത്തിൻ്റെ അടുക്കൽ കർപ്പൂരം പോയാലും പെട്ടെന്ന് കത്തും. ഇപ്പോഴും കിട്ടുന്ന കർപ്പൂരത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ശരിക്കുള്ള കർപ്പൂരം. ഇപ്പോഴത്തെ കർപ്പൂരം അത് പ്ലാസ്റ്റിക് പോലെ ആണ്. ഇനി രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് വിറകിനെ പോലെ എന്ന് പറയും. വിറകിന് എന്താണ് പ്രത്യേകത? അത് അഗ്നിയുടെ അടുത്ത് പോയാൽ ആദ്യം വിറകൊന്ന് ചൂടാവും, നല്ലതായിട്ടൊന്ന് ചൂടാവും, എന്നിട്ടങ്ങ് കത്തി തുടങ്ങും. കത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്കും നല്ല ചാമ്പലാവുന്നവരെ അത് ആളിക്കത്തും. മൂന്നാമത്തത് വാഴപ്പിണ്ടി. ഈ വാഴപ്പിണ്ടി എത്ര അഗ്നിക്കിരയാക്കിയാലും അത് ഒരിക്കലും കത്തത്തുമില്ല, പുകഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഈ സത്യത്തെ മനസ്സിലാക്കുന്ന ഓരോ സാധകർ, ഇപ്പം വിവേകാനന്ദനൊക്കെ എന്താണ്, രാമകൃഷ്ണൻ്റെ അടുക്കലെത്തി ആ സത്യത്തെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് പറയുകയോ പകർന്നോ ചെയ്ത സമയത്ത് അതേ രീതിയിലത് ഉൾക്കൊണ്ടു ആ റിയലൈസേഷൻ എന്നുള്ള രീതിയിലോട്ടങ്ങ് കടന്നുപോയി. എന്നാൽ ചിലർക്ക് എന്താണ്, കുറച്ച് ചൂട് കിട്ടി, അത് ഇങ്ങനെ ആ അഗ്നിയായിട്ടൊന്ന് സമ്പർക്കത്തിൽ നിലനിന്ന് എന്നിട്ടേ കത്തി തുടങ്ങുള്ളൂ. അപ്പോൾ ഓരോ വ്യക്തിയുടെ ആ ബോധത്തിൻ്റെ വ്യത്യാസമനുസരിച്ചിട്ടാണ് ഈ വ്യത്യാസം വരുന്നത്. എന്നാൽ മറ്റു ചിലരോ എത്ര കേട്ടാലും ഒരിക്കലും ആ അഗ്നിയുടെ സ്വഭാവം അതിലേക്ക് പകർന്നു വരികയില്ല. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ലക്ഷ്യം വരുന്നതും ലക്ഷ്യസാക്ഷാത്കാരം വരുന്നതും, അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സങ്കല്പമേ ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് ഒക്കെ വരാൻ കാര്യം നമ്മളിലുള്ള ആ ബോധതലങ്ങളുടെ വ്യത്യാസം അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം മാർഗങ്ങൾ വന്നത്. അതുതന്നെയാണ് ഓരോ മാർഗം അനുസരിച്ചുള്ള ഗുരുക്കന്മാർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള ആചരണങ്ങൾ, സാധന രീതിയിൽ പല രീതിയിലുള്ള ആചരണങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടായിട്ടുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ബുദ്ധനിൽ എന്താണ്, ശൂന്യവാദമാണ്, ശൂന്യത എന്നുള്ളൊരു വാദമാണ്. അത് അതേ പ്രകാരം പ്രാക്ടീസ് ചെയ്ത് വന്ന അതേ ബുദ്ധ സങ്കല്പത്തിൽ നിന്ന് തന്നെയാണ് സെൻ ഉണ്ടായത്. അതേ സങ്കല്പത്തിൽ നിന്ന് തന്നെയാണ് താവോ ഉണ്ടായത്. ശൂന്യത എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ നിലനിന്ന അതേ ഇതിനകത്തുണ്ടായ വ്യത്യസ്തമായ കാഴ്ചപ്പാട്. എല്ലാം ശൂന്യമാണ്, ഇത് ഈ പ്രപഞ്ചം തന്നെ ഒരു ശൂന്യമാണെന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തെ പോലും ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഡ്രൈനെസ് വരില്ലേ എന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് സെൻ ഉടലെടുത്തത്. ഒരു മനോഹരമായ പൂ, ഒരു മരത്തിൽ നിറയെ പുഷ്പങ്ങൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ആ പുഷ്പത്തിൻ്റെ സൗന്ദര്യവും എന്തുകൊണ്ട് അതിൻ്റെ മണവും ആസ്വദിക്കാൻ പാടില്ല എന്നുള്ളൊരു ചോദ്യം ഒരു ബുദ്ധ സന്യാസിയിൽ ഉടലെടുത്തപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന ആ സത്യത്തെ ഉൾക്കൊള്ളുകയും എന്നാൽ ഇത് പെർമനൻ്റായിട്ട് നിലനിൽക്കില്ല എന്നുള്ള നിത്യസത്യത്തെയും കൂടി ആ സത്യത്തിനോടൊപ്പം ചേർത്ത് വായിച്ചു പോകുമ്പോഴാണ് സെന്നിൻ്റെ സൗന്ദര്യം. അതുപോലെ തന്നെയാണ് താവോയും. അത് ആ നിത്യസത്യത്തെ അക്സെപ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒന്നിനെയും തള്ളിക്കളയാതെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന രീതിയും ഒരു മാർഗമായി മാറിയിട്ടുണ്ട് എങ്കിൽ അത്തരം ബോധതലങ്ങളുള്ള വ്യക്തിക്ക് അത് അവൻ്റെ ഫുഡ് തന്നെയാണ്. അതുകൊണ്ട് ആധ്യാത്മികതയിൽ ഇതാണ് അവസാനത്തെ ഉത്തരം എന്ന് പറയുന്ന ഒന്നും അവസാനത്തെ ഉത്തരമല്ല. ഓരോരോ ബോധതലങ്ങളിൽ നിൽക്കുന്നവർക്ക്
അത് ആക്സെപ്റ്റബിൾ ആകാം, അല്ലെങ്കിൽ അതിന് കൗണ്ടറുകൾ വരാം. അതുകൊണ്ട് ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. ഗുരുജി, ഓരോ സാധകരും അവരവരുടെ മനോതലം അനുസരിച്ചാണ് അവരവരുടെ സാധന ചൂസ് ചെയ്യുന്നത്, അവരുടെ ഉപാസന ചൂസ് ചെയ്യുന്നത്. അപ്പം പല മാർഗങ്ങളുണ്ടാവാം, പക്ഷേ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ ആ ലക്ഷ്യത്തിന് മാറ്റം വരുത്തുമോ? ആ ലക്ഷ്യത്തിന് മാറ്റം വരുമോ? അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? വീണ്ടും ലക്ഷ്യം, മാർഗം, വ്യത്യസ്തത. ഇതുകൊണ്ടാണ് പണ്ടത്തെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് മൗനമായിരിക്കൂ എന്ന്. കാരണം നമ്മൾ ഓരോന്ന് പറയുമ്പോഴും കൂടുതൽ ചിന്തകൾ അല്ലെങ്കിൽ ചിന്താകുലനാകും എന്നുള്ളതാണ് സത്യം. രമണ മഹർഷിയൊക്കെ പറഞ്ഞിട്ടില്ലേ, ചുമ്മാരി എന്ന് പറയില്ലേ. ചുമ്മാരി എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് നമ്മൾ മറ്റുള്ളിടത്താണ് പറയുന്നത്. അവനവനോടാണ് പറയേണ്ടത് ചുമ്മാരി എന്നുള്ളത്. എങ്കിലും ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, കടൽ ജലം, അത് നിറയെ ഉപ്പ്, ലവണം, നമുക്കറിയാമല്ലോ. ഉപ്പ് നിറയെ ഉണ്ട് അതിൽ. സൂര്യപ്രകാശമേറ്റ് നീരാവിയായി അതേ ജലം മുകളിലോട്ട് പോകുമ്പോൾ മേഘമായി നിലനിന്നിട്ട് ഭൂമിയിലേക്ക് അത് പതിക്കുമ്പോൾ ഉപ്പ് എവിടെ പോയി? കടലിൽ ജലമായിരുന്നു, മഴയായി പെയ്യുമ്പോഴും ജലം തന്നെയാണ്, പക്ഷേ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു. അത് ഭൂമിയിൽ പലയിടത്ത് പല രീതിയിലുള്ള സ്ഥലങ്ങളിൽ അത് പതിക്കുന്നു. അതനുസരിച്ചിട്ട് നീരുറവകളുണ്ടാകുന്നു. അത് പൊട്ടി ഒലിച്ച് അവ ചേർന്ന് ചെറിയ നദികളും കായലും ഇതെല്ലാം ഉത്ഭവിക്കുന്നു. ഒരു 50 നദികൾ എടുത്തു കഴിഞ്ഞാൽ 50 നദികൾക്കും 50 സ്വഭാവമായിരിക്കും. കടലിലോട്ട് അത് ചെന്ന് പതിക്കുന്നതിന് മുമ്പുള്ള സ്വഭാവം നോക്കിയാൽ എന്തുകൊണ്ട് ഈ വ്യത്യസ്തത വന്നു എന്ന് വെച്ചാൽ ആ നദിയുടെ ആഴവും വീതിയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ള ഈ നദികൾ എല്ലാ വ്യത്യസ്തതകളും അസ്തമിക്കുന്നത് ആ കൂടിൽ ചേരലിൽ ആണ്. അപ്പം ഇത്രയും വ്യത്യസ്തതകൾ ഒന്നിനും സ്ഥാനമില്ല എന്ന് സമർത്ഥിക്കുന്ന രീതിയിലാണ് ഫൈനലായിട്ട് ആ കടലായി മാറുമ്പോൾ അവിടെ സംഭവിക്കുന്നത്. ഇതൊരു ഉദാഹരണമായി നമ്മൾ ചിന്തിച്ചെടുത്താൽ മാർഗങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ ഈ വ്യത്യസ്തതകളൊന്നും ലക്ഷ്യത്തിലെത്തുമ്പോൾ അൺഇമ്പോർട്ടൻ്റ് ആണത്. അതല്ലേ നേരത്തെ പറഞ്ഞതുപോലെ മകനൊരിക്കലും അച്ഛനാകുന്നില്ല, പുഴയും കടലും ഒന്ന് തന്നെയാണ് എന്നൊക്കെ പറയുന്ന ഇത്തരം ഈ വ്യത്യസ്തതകൾ, ഈ ഐഡിയോളജികളെല്ലാം വ്യത്യസ്തതകളാണ്, ഇതാണ് ശരി അതാണ് തെറ്റ് എന്ന് പറഞ്ഞ് പോകുന്ന ആ വ്യത്യസ്തതകൾക്കൊന്നും ഫൈനൽ നമ്മളിൽ എത്തുന്ന അല്ലെങ്കിൽ ഒരു സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ മെർജിങ്ങിൽ ഈ വ്യത്യസ്തതകൾക്കൊന്നും സ്ഥാനമില്ല. കാര്യം അവരെല്ലാവരും, ഈ പറയുന്നവരെല്ലാവരും ആ ഒന്നിൽ ഇക്വലാണ്.
അവിടെ പിന്നെ എന്താണുള്ളത്? എന്താണോ ഉള്ളത് അതിൻ്റെ ഗുണം മാത്രമേ ഉള്ളൂ. ഒരിക്കൽ കൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വ്യത്യസ്ത മാർഗങ്ങളും വരുവാനുള്ള കാരണം വ്യത്യസ്തമായ അന്ധകരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മാത്രമാണ് ആ മാർഗങ്ങൾ അവിടെ ഉണ്ടായത്. ഈ വ്യത്യസ്തമായ അന്ധകരണം നിലനിൽക്കുന്നത് എവിടെയാണ്? ആ ഏകമായ സത്യത്തിലാണ്. സത്യത്തിന് പ്രാധാന്യം വന്നാലോ വ്യത്യസ്തമായ അന്ധകരണങ്ങൾക്ക് സെക്കൻഡറി ആയിട്ടുള്ള ഒരു സ്ഥാനമേ വരത്തുള്ളൂ. അപ്പോൾ പലതും ഒന്നിൽ അവസാനിക്കുന്നു. നമ്മൾ ഈ പുഴയും കടലും ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തെ തന്നെ എടുത്തു നോക്കുക. കണ്ണ് കാണുന്നു, കാത് കേൾക്കുന്നു, മൂക്ക് ശ്വസിക്കുന്നു, നാവ് രുചിക്കുന്നു, കാല് നടക്കുന്നു, കൈ എടുക്കുന്നു, സ്പർശിക്കുന്നു. നമ്മളൊരു മനോഹരമായിട്ടുള്ളൊരു പൂവിനെ കണ്ടു എന്ന് വിചാരിക്കുക. ആ പൂവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ നടന്നു നീങ്ങിയെന്ന് വിചാരിക്കുക. പൂവ് കാറ്റത്താടുമ്പോൾ അതിൻ്റെ ഇലകളും ചെടിയും അനങ്ങുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് വിചാരിക്കുക. പൂവിൽ നിന്ന് വന്ന മണം, നമ്മൾ ആ ഗന്ധം ആസ്വദിക്കുന്നു എന്ന് വിചാരിക്കുക. കൈകൊണ്ട് അതിനെ സ്പർശിക്കുന്നു എന്ന് വിചാരിക്കുക. ഇതെല്ലാം ചെയ്താലും അറിവ് അല്ലെങ്കിൽ അറിയൽ എന്ന് പറയുന്നത് ഏകമായി തന്നെയാണ് നിലനിൽക്കുന്നത്. ആ പുഷ്പത്തെ അറിയുന്നു എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഹെൽപ്പായേ ഉള്ളൂ മറ്റ് ഘടകങ്ങളെല്ലാം. അതിൻ്റെ ഒരു പരിപൂർണ അവസ്ഥയാണ് അറിയൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ അവിടെ സംഭവിച്ചത്. അപ്പോൾ കണ്ടതും മണത്തതും കേട്ടതും നടന്നതും തൊട്ടതും എല്ലാം ആ അറിയലിൻ്റെ ഭാഗമായി വരുമ്പോൾ അവിടെ എന്തിനാണ് പ്രാധാന്യം വരുന്നത്? അറിയൽ ഇതിനാണ് പ്രാധാന്യം വരുന്നത്. മണത്തിട്ടും കണ്ടിട്ടും തൊട്ടിട്ടും ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലെങ്കിലോ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഈ വ്യത്യസ്തതകളെല്ലാം ഏകത്തിൽ ചെന്ന് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ പിന്നെ പരിപൂർണമായി നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ പരിപൂർണത എന്ന് പറയുന്നത് ആ ഏകമായിരിക്കുന്ന ആ സത്യത്തെയാണ്. അതിനെയാണ് പലരും പല രീതിയിലും വിളിച്ചത്. ബോധമെന്നും ശൂന്യതയെന്നും പല രീതിയിലും വിളിച്ചു എന്നേ ഉള്ളൂ. ഇത് കണക്ട് ചെയ്തിട്ടൊരു ചെറിയൊരു ധ്യാനകഥ പറയാം. അല്പം ഒന്ന് ചിന്തിക്കേണ്ട ഒരു ധ്യാനകഥയാണ്. നമ്മൾ ഈ പറഞ്ഞ ഒരു ടോപ്പിക്കുമായിട്ട് റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ധ്യാന മന്ദിരം, അവിടെ ധാരാളം ധ്യാന സാധകരുണ്ട്. അപ്പോൾ ഈ ധ്യാന സാധകരടുത്ത് ഒരിക്കൽ ഗുരു പറയും, ഇന്ന് നമുക്ക് ഒരു ചിത്രരചന നടത്താമെന്ന് പറയും. അപ്പോഴെല്ലാ സാധകർക്കും അതൊരു വ്യത്യസ്തമായ അനുഭവങ്ങൾ ആണെന്നുള്ള രീതിയിൽ എല്ലാവരും തയ്യാറായി. അങ്ങനെ എല്ലാവർക്കും പേപ്പറും വരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം കൊടുത്തു. അപ്പോൾ ഗുരു പറഞ്ഞു, ഞാനൊരു ടോപ്പിക്ക് പറയും, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ചിത്രം വരയ്ക്കേണ്ടത്. അങ്ങനെ ഗുരു കൊടുത്ത ടോപ്പിക്കാണ് സൈലൻസ് ആണ് കൊടുത്ത ടോപ്പിക്. രണ്ട് മലയും സൂര്യനും ഇങ്ങനെ ഈ മുടിയും വരയ്ക്കാൻ വേണ്ടി കാത്തിരുന്ന പലർക്കും ഈ സൈലൻസ് എന്നുള്ളൊരു ടോപ്പിക്ക് കേട്ടപ്പോൾ അത് എങ്ങനെ വരയ്ക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു.
നമ്മുടെ കയ്യിലൊക്കെ തന്നാൽ നമ്മൾ വരയ്ക്കുന്ന എന്താണ്, ഈ സ്ഥിരം വരയ്ക്കുന്നതുണ്ടല്ലോ, ഒരു വട്ടം വരച്ച് 4 എതളും വരച്ച് ഒരു കമ്പ് വരച്ച് 2 ഇലയും വരച്ച് ട്രയാങ്കിളിലുള്ള ഒരു പോട്ടും വരയ്ക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഓരോ തോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ സൈലൻസിനെ പറ്റിയിട്ട് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ പലരും ഒരു നിമിഷം യഥാർത്ഥത്തിൽ സൈലൻസായി. ആ ഒരു സൈലൻസിൽ പലർക്കും ഓരോ ഐഡിയാസ് വന്നു, ഓരോ ഐഡിയാസ് വന്നു. അതിൽ ചിലർ വരച്ചത് ഭയങ്കരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം ശരിക്കും പറഞ്ഞാൽ കാത് അടപ്പിക്കുന്ന ശബ്ദം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വെള്ളച്ചാട്ടം. അതിൻ്റെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ മുന്നേ ഒരു മരത്തിൻ്റെ ശിഖരത്തിൽ ഒരു ചെറിയ കിളിയിരുന്ന് ഉറങ്ങുകയാണ്. ഇതൊരാൾ വരച്ച അതാണ്. വേറൊരാൾ വരച്ചത് ഭയങ്കരമായിട്ടുള്ള ഒരു പട്ടണം അല്ലെങ്കിൽ ഒരു സിറ്റി എന്നൊക്കെ ചിന്തിക്കാം, അല്ലെങ്കിൽ നഗരം എന്നുള്ളൊരു ചിന്തിക്കാം. അവിടെ അതിൻ്റെ ഒരു ഓരത്ത് ഒരു വൃക്ഷത്തി ചുവട്ടിൽ ഒരു സന്യാസി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പലർക്കും പല പല ആംഗിളിലുള്ളത് അവർ വരച്ച് കൊണ്ടുവന്നു. അപ്പം ഓരോരുത്തർ വരച്ച് കൊണ്ടുവന്നതിനെ ഗുരു നോക്കുന്നു. ഓക്കെ, അത് ഓക്കെയാണ് ഇങ്ങനെ പറഞ്ഞ് ഇവിടെയാണ്. ഈ പറഞ്ഞതിനെല്ലാത്തിലും സൈലൻസ് പ്രത്യക്ഷമായി നോക്കുമ്പോൾ ഉണ്ട്. അതിൽ ആ ശബ്ദമുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ ആ ചെറിയ കുരുവിരുന്ന് ഉറങ്ങുന്നു, ധ്യാനിക്കുന്ന ഒരു എന്താ പറയുക, ഈ ബാഹ്യമായ ബഹളത്തിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ധ്യാനിക്കുന്ന സാധകൻ, ഇതെല്ലാം ആ ചിത്രത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള സൈലൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു സാധകൻ വളരെ വ്യത്യാസമായി ഒരു ചിത്രം വരച്ചു. ആ ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ ഒരു വലിയ മണിയുടെ നടുക്കൊരു, അറിയാലോ മണിക്കൊരു നാക്കുണ്ട്. ഈ നാക്കിൻ്റെ എൻഡിൽ ഒരു ചിത്രശലഭം വന്നിരിക്കുകയാണ്. ഇത്രേ വരച്ചോളൂ. അപ്പോൾ ഈ ചിത്രം കണ്ടിട്ട് മറ്റ് സാധകർക്കൊന്നും അധികം പിടികിട്ടില്ല ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ ഈ ചിത്രം കണ്ടപ്പോൾ ഗുരു പറഞ്ഞു, ഇതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള സൈലൻസിൻ്റെ ചിത്രമെന്ന് പറഞ്ഞു. എന്നിട്ട് ഗുരു അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മൾ രാത്രി ഒരിടത്തിരിക്കുമ്പോൾ പുറത്ത് ചീവിടിൻ്റെ മറ്റ് സൗണ്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതേ സ്ഥലത്ത് നമ്മൾ കേൾക്കാത്ത ചില സൗണ്ട് നായ്ക്കുട്ടികൾ കേൾക്കും. നമുക്ക് നമ്മളുടെ ചെവിയുടെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പം മനുഷ്യർക്ക് ഇത്ര ഡെസിമൽ, മറ്റ് ജീവജാലങ്ങൾക്ക് ഇത്ര ഡെസിമൽ എന്ന് പറഞ്ഞിട്ട് വ്യത്യാസം ഉണ്ട്. ഒരു കൊതു കേൾക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല, ഒരു നായ്ക്കുട്ടി കേൾക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. ഇനി നമ്മൾ കേൾക്കുന്ന സൗണ്ട് വേറെ പലതിനും കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. അതിൻ്റെ അർത്ഥം എല്ലാവരും ഒരേ പ്രപഞ്ചത്തിൽ അവരവരുടെ ലോകത്തിൽ വ്യത്യസ്തരായി ജീവിക്കുന്നു എന്നുള്ളതാണ്. വ്യത്യസ്ത പ്രപഞ്ച അനുഭവത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഒരാളുടെ സത്യം വേറെ ആളുടെ സത്യമല്ല എന്ന് പറയാൻ കാര്യം. ഇതിൽ ആ ചിത്രശലഭത്തിന് അതിൻ്റെ കേൾവി എന്ത് മാത്രം ഉണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും ഭീമാകാരമായിട്ടുള്ള മണി മുഴങ്ങുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു വൈബ്രേഷൻ അല്ലേ, അല്ലെങ്കിൽ ഒരു മുഴക്കം, ഒരു പക്ഷേ ആ ചിത്രശലഭത്തിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. നമ്മളിപ്പം ഒരു മണി അടിച്ചിട്ട് ഇങ്ങനെ കാതിൻ്റെ അടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ സൗണ്ട് കുറേ നേരം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അത് ആ ഒരു മുഴക്കം അവിടെ നിലനിൽക്കുന്നതാണ്. ആ മണിയുടെ നാവിൽ ഒരു ചിത്രശലഭം വന്നിരുന്നു എങ്കിൽ എൻ്റെ അർത്ഥം കുറച്ച് സമയത്തിന് മുന്നേ വരെ ഈ മണി മുഴങ്ങിയിട്ടില്ല എന്നാണ്. പൂർണ്ണമായ നിശബ്ദതയിൽ ആ മണി അവിടെ നിലനിന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ആ ചിത്രശലഭത്തിന് വന്ന് നിൽക്കുവാൻ സാധിച്ചത്.
അപ്പോഴവിടെ ആ സൈലൻസിനെ പറയാതെ പറയുന്ന ഒരു ചിത്രം. നമ്മളെല്ലാവരും പറയാറുണ്ട്, ഞാനിന്ന് മൗനവ്രതത്തിലോട്ട് പോവുകയാണെന്ന്. അപ്പോഴേ സൈലൻസ് ബ്രേക്ക് ചെയ്തില്ലേ? ഞാൻ മൗനത്തിലാണ്, അല്ലെങ്കിൽ ഞാനിത് മൗനത്തിലായിരിക്കും, എന്നോട് ആരും ഒന്നും സംസാരിക്കരുത്, എന്തെങ്കിലും വന്നാൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ വീണ്ടും 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 സൈലൻസിന് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആന്തരികമായി നിശ്ചലത വരുമ്പോൾ സ്വാഭാവികമായിട്ടും സൈലൻസ് നമ്മളിൽ സംഭവിക്കും. ഈ ചിത്രത്തിൽ എങ്ങനെയാണോ ആ സൈലൻസ് ഒളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത്, അതുപോലെ ആയിരിക്കണം നമ്മളിലും ആ ആന്തരികമായ നിശ്ചലത നിലനിൽക്കേണ്ടത്. അപ്രകാരമായിരിക്കണം. അപ്പം നേരത്തെ ഇതാണ് ആ ഒരു സ്റ്റോറി. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ആ പറഞ്ഞു വന്ന ടോപ്പിക്കുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് ഈ സ്റ്റോറി. അപ്പോൾ തോന്നാം ഇതിലെന്ത് ബന്ധമാണ് ആ പറഞ്ഞ ചോദ്യവും ഈ കഥയും തമ്മിൽ എന്ന് നമുക്ക് തോന്നാം. അതാണ് എൻ്റെ ഉത്തരം. ഒരു ബന്ധവും ഇല്ല. വഴികളെല്ലാം ഡിഫറൻ്റാണ്. ബന്ധമില്ലാത്തതാണ് ലക്ഷ്യത്തിൽ ചെല്ലുമ്പോൾ ലക്ഷ്യമായി മാറുന്നത്.